Hello friends, welcome back my channel. It's me, Farshu Swali. അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കിവി ഫ്രൂട്ടിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടോ. ഇത് ലാസ്റ്റ് ഫ്രൂട്ടാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ചെറുതാണ്, പക്ഷേ ഇത് നമുക്ക് എന്ത് ഓഫർ ചെയ്യുന്നുണ്ട്, ഒരുപാട് വെറൈറ്റി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫർ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ കുഞ്ഞ് കിവി എന്ന് പറയുന്ന ഈ ഫ്രൂട്ട്. ഇതിൽ ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കീ ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു കിവി ഫ്രൂട്ടിൽ. ഈ കിവി ഫ്രൂട്ട് എന്ന് പറയുന്നത് വിറ്റാമിൻ സി ഒരുപാട് കാണപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ കൊളാജൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് നൽകുന്ന ഒന്നാണ്. ഈ ഒരു കിവി കഴിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സാണ്. നമ്മൾ ഈ വിറ്റാമിൻ സീറം അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിലും നന്നായിരിക്കും നിങ്ങൾ വിറ്റാമിൻ സി, അതായത് ഇതുപോലുള്ള ഫ്രൂട്ട് ഇൻടേക്കാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്ൻ ചെയ്യുന്നത് ഫൈബറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഡൈജഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു കുഞ്ഞു ഫ്രൂട്ട്. ഇതിൽ ഹൈ പൊട്ടാസ്യം അതുപോലെ തന്നെ ലോ സോഡിയമാണ് ഉള്ളത്. ഇത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് എന്തിനു സാധ്യമാണ്, നമ്മുടെ ഹാർട്ടിൻ്റെ ഡിസീസസ് മാനേജ് ചെയ്യാൻ, അതിൻ്റെ റിസ്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഇതിൽ വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒരുപാടുള്ളതിനാൽ തന്നെ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇത് ലോ കലോറി ഹൈ ഫൈബർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഒക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സിൽ ഒന്നാണ്. ഈ കാണാൻ ചെറുതാണെന്നുണ്ടെങ്കിലും ഇതിലുള്ള ബെനിഫിറ്റ്സ് ഒത്തിരി വലുതാട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് പൊമഗ്രാനൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് മാക്സിമം വാങ്ങി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ നല്ല റേറ്റ് ഉണ്ട്, ഏകദേശം ഒരു 1.5 കിലോ തികച്ച് വരുന്നില്ല. എന്നാൽ തന്നെ നാട്ടിലെ ഏകദേശം 500 രൂപയുടെ അടുത്താണ്. പക്ഷേ ഇത് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് ലോഡ് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യുന്നു, ബോഡിയിലുള്ള സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോണിക് ഡിസീസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിലുള്ള നല്ല കൊളസ്ട്രോളിനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ബ്ലഡിൻ്റെ ഒരു സർക്കുലേഷൻ, അതായത് അതിൻ്റെ ഫ്ലോ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്നും കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സാണ് ഇത് ബോഡിയിൽ നൽകുന്നത് കേട്ടോ. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിലൊരുപാട് വിറ്റാമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ ബോഡീനെ നല്ല സ്ട്രോങ് ആക്കുന്നു. അതുപോലെ തന്നെ ഇൻഫെക്ഷന് എതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ബോഡീനെ നല്ല സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ആൻറ്റി ക്യാൻസർ പോലുള്ള സംഭവത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ.
വിറ്റാമിൻ സി പോലുള്ളവയൊക്കെ ഇതിൽ കൂടുതലായിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു ആൻറ്റി ഏജിങ് ആയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നമ്മളെ വയസ്സിനനുസരിച്ച് വരുന്ന ഈ ഒരു വ്രിങ്കിൾസ്, അതുപോലെ തന്നെ മുഖത്തിൻ്റെ ചുളിവ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി, ബ്രെയിൻ ഹെൽത്തിനൊക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ ബ്ലഡ് ഷുഗർ ഉണ്ടല്ലോ, അതിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാ ഫ്രൂട്ടിലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ്, മിനറൽസ്, വിറ്റാമിൻസ് എല്ലാം ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ ഷോപ്പിൽ നിന്ന് ക്രീമും മറ്റെല്ലാം ചിലവാക്കിയിട്ട് അത് നമ്മൾ ഫേസിൽ ഉപയോഗിച്ച് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വരുന്നതിനേക്കാളും ബെറ്റർ അല്ലേ ഇങ്ങനെ വിറ്റാമിൻ സി കൂടുതലായിട്ടുള്ളതും വിറ്റാമിൻസ് ഉള്ളതും മിനറൽസ് ഉള്ളതൊക്കെ നമ്മൾ കഴിക്കുന്നത്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുറമേ തേക്കുന്നതിലല്ല കേട്ടോ കാര്യമുള്ളത്, നമ്മൾ എന്താണ് ഇൻടേക്ക് എടുക്കുന്നത് അതാണ് നമ്മുടെ സ്കിന്നിൽ കാണാൻ വേണ്ടിയിട്ടുണ്ടാവുക. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്താണ് ഇൻടേക്ക് നന്നാക്കിയാൽ തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഒരു സ്ട്രക്ചർ മാറ്റം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഒരുപാട് ക്രീംസും കാര്യങ്ങളൊക്കെ വാങ്ങി ചിലവാക്കാണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ എന്നും ഇതുപോലെയുള്ള ഒരു ദിവസം ഒരു ഫ്രൂട്ട്, ഒരു വിറ്റാമിൻ സി അടങ്ങിയത് അല്ലെങ്കിൽ മിനറൽസ് അടങ്ങിയ ഏത് ഫ്രൂട്ട് ആയാലും അല്ലേ, ഏതൊരു ഫ്രൂട്ട് എടുത്താലും അതിലെല്ലാം ഉണ്ട് അതിൻ്റേതായ മിനറൽസും വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്നും ഒരു സ്നാക്കായിട്ട് നമ്മൾ ബേക്കറി ഐറ്റംസ് പോലുള്ളവ കഴിക്കാണ്ട് ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിൽ എന്തെല്ലാം മാറ്റമാണ് വരുന്നതെന്നൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ പൊമഗ്രാനൈറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിക്കുന്നതായിരിക്കും പിന്നെ ചെറിയൊരു റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി സിമ്പിളായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചു. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അവതരിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ, സീ യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.